എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നമ്മുടെ എക്കണോമി തന്നെ കേരളത്തിന്റെ പ്രത്യേകിച്ച് ഒരു ഹെൽത്തിയായ എക്കണോമി അല്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. ഒരു സ്റ്റേറ്റിന് പണം ഉണ്ടാക്കേണ്ട യഥാർത്ഥ മേഖലകളിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്തില്ല. എനിക്കതാ മനസ്സിലാകാത്തത്. ഒരു സ്റ്റേറ്റിന്റെ ജോലി മദ്യം വിൽപ്പനയാണോ ലോകത്ത് എവിടെയെങ്കിലും? മനസ്സിലായോ? എന്തൊരു വിഡിതമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഒരു സ്റ്റേറ്റിന്റെ ജോലിയാണോ മദ്യം വിൽപ്പന? എന്താ ഇത്തിരി കഴിയുമ്പോൾ ഇനി ഡാൻസ് ബാറുകളോട് ആരംഭിക്കട്ടെ, സർക്കാരിന്റെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഡാൻസ് ബാർ. സ്റ്റേറ്റിന് ബുദ്ധിപരമായ ഒരു ആവശ്യം എന്താണ്? സംരംഭങ്ങൾ നടത്തുകയും അതിലൂടെ പണം മുടക്കാൻ കഴിയുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ നമുക്കറിയാം എത്രയാണ് കോടീശ്വരന്മാരവിടെ. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്റെയൊക്കെ ബാല്യകാലത്ത് ഇവിടെ ഒരു മേസ്ത്രി പണിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിക്ക് ഇന്ന് ബംഗാളികൾ വരുന്ന പോലെ വന്നുകൊണ്ടിരുന്ന തമിഴ്നാട്ടുകാരാ. ഇന്നൊരൊറ്റ തമിഴൻ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നില്ല. എല്ലാം വിധിയുടെ വിളയാട്ടം. എത്രയോ മലയാളികൾ ഇന്ന് തമിഴ്നാട്ടിൽ പോയി പണിയെടുക്കുന്നുണ്ട്. നേരെ തിരിഞ്ഞു. പകരം നമ്മൾ എന്ത് ചെയ്തു? ഒരാളും സംരംഭകനാകരുത് എന്ന മനോഭാവത്തോടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഗവൺമെന്റ് സംവിധാനങ്ങൾ. പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. സംരംഭകൻ വരുന്നവനെ അവൻ ഒരു കൊല്ലം നടത്തിയിട്ട് അവൻ അത് നിർത്തിയിട്ട് ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നാടുവിട്ട് തമിഴ്നാട്ടിൽ പോയി തുടങ്ങും. തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. ഞാൻ ഇപ്പോഴും ഓരോ ലൈസൻസിന് ഓരോ കാര്യത്തിന് ചെല്ലുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എനിക്കറിയാം. ഇപ്പോഴും ഞാനൊരു സംരംഭകനും കൂടിയാണ്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. അപ്പം ഇതൊക്കെ മാറിയാൽ കേരളം ഈ പറഞ്ഞ ഈ മദ്യം വിറ്റ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടി വരില്ല. നാണക്കേടാ ഇത്. ഇതിനൊക്കെ ഇനി അടുത്തതായിട്ട് വ്യഭിചാരശാലകൾ കൂടി നമ്മൾ തുടങ്ങേണ്ടി വരും ചിലപ്പോൾ, അല്ലേ? പൈസ കിട്ടുമെങ്കിൽ അതുകൂടെ ചെയ്ത എന്താ പ്രശ്നം? ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം? നാണക്കേടാണത്. നമ്മുടെ മനോഭാവമാണ്. നമ്മൾ സംരംഭകനെ വളരാൻ വിടില്ല, എന്നാൽ മദ്യം വിറ്റ് ജീവിക്കാമെന്ന് കണ്ടെത്തുന്ന എത്ര വിചിത്രമായ ചിന്തയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. കാര്യം നടത്തി ഏത് സാധനമെങ്കിലും ഒരെണ്ണം ലാഭമാക്കി എന്റെ കഥ പറയാവോ? എനിക്കറിയില്ല. ബിവറേജസ് പോലും ഇപ്പൊ നഷ്ടമാണ്. കള്ള് വിറ്റിട്ട് നഷ്ടം വരുത്തിയ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇത്രയും ടാക്സ് ഉണ്ടായിട്ട് എന്നാ പിന്നെ എന്തിനാണ് ഈ കള്ള് വിൽക്കുന്നത്? ശുദ്ധമായ മണ്ടത്തരങ്ങളാണ് നമ്മളുടെ ഈ ഗവൺമെന്റ് സെക്ടറിൽ നടക്കുന്ന ബഹുഭൂരിപക്ഷ കാര്യങ്ങളും.